ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശേഷമായൊരു ദിവസത്തെക്കുറിച്ചാണ്. ശനി ജയന്തി. വളരെ പവിത്രമായതും വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഈ ദിവസം ശനിദേവൻ്റെ ജന്മദിവസമാണ്. ഈ പുണ്യദിനം ശനിദേവനെ പ്രീതിപ്പെടുത്തി ദോഷങ്ങൾ നീക്കുവാനും ശാന്തി പ്രാപ്തിക്കും വളരെ പവിത്രമായ ദിവസമാണ്. ശനി ജയന്തി എന്നാൽ ശനിദേവൻ്റെ ജന്മദിവസം. സൂര്യനും ചന്ദ്രനും ഇടവരാശിയിൽ വരുമ്പോഴാണ് ശനി ജയന്തി ആഘോഷിക്കുന്നത്. ഈ നിശ്ചിത കാലം, പ്രത്യേക മുഹൂർത്തം, ഈ സമയത്ത് ശനിദേവൻ്റെ ഉപായങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എല്ലാ രാശിക്കാർക്കും വളരെയധികം ഫലം തരുന്നതാണ്. നമ്മൾക്ക് ഉപായം ചെയ്യുന്നതിനുള്ള സമയം ആരംഭിക്കുന്നത് മെയ് 26 ഉച്ചയ്ക്ക് 12:15 മുതൽ 27 രാവിലെ 8:30 വരെയാണ്. 8:30-നകം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ചെറിയ ചെറിയ ഉപായങ്ങളാണ്, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഉപായങ്ങൾ, അതും ലാൽ കിതാബിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇതുവരെ കണ്ടു കാണത്തില്ല ഇതുപോലുള്ള ഒരു വീഡിയോ. ജോലി സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ജോലിയിൽ വിജയം കിട്ടാതിരിക്കുക, അഥവാ ഏതെങ്കിലും കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് തീർക്കാൻ പറ്റാതിരിക്കുക, ദുഃഖങ്ങളും ദുരിതങ്ങളും നിരന്തരം വന്നുകൊണ്ടേയിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്നത് ശനിദേവൻ്റെ ഒരു കൃപ കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ശനി ജയന്തി എല്ലാവർക്കും ഒരു സുവർണ അവസരം തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും രാശി അനുസരിച്ച് റെമഡികൾ ചെയ്യുന്നത്. നമുക്ക് എന്തെല്ലാം ഉപായങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായി മേടം രാശിക്കാർക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ 7:30 ശനിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുവാൻ പോകുന്നു. ഈ ഉപായങ്ങൾ ചെയ്യുക. ഉപായം 1, നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ പരിസരത്തോ വീടിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോയി കൺസ്ട്രക്ഷൻ ലേബേഴ്സിന് 26 വൈകിട്ട് ചെയ്യേണ്ടതാണ്. അവിടെ പോയി ലേബേഴ്സിന് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു കടിയും, എന്തെങ്കിലും ബജ്ജിയോ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഒരു വടയോ ഒരു ചായയും വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾക്കത് എത്ര പേർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് അത് നിങ്ങളുടെ പോക്കറ്റാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ആദ്യത്തെ ഉപായം. രണ്ടാമത്തെ ഉപായം എന്ന് പറഞ്ഞാൽ കിച്ചടി, പൊങ്കൽ. അത് അരിയും ചെറുപയറിൻ്റെ പരിപ്പും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അത് ഉണ്ടാക്കി, രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കി യൂട്യൂബിൽ സെർച്ച് ചെയ്യുക കിച്ചടി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ശനി അമ്പലം ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വയ്യെങ്കിൽ കുറച്ച് അരിയും കുറച്ച് പരിപ്പും അതിനുള്ള ഒരു സാധനങ്ങളും ഒക്കെ, അതുണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് വരിക. അപ്പോൾ കിച്ചടി ഉണ്ടാക്കാതെ പച്ച അരിയൊക്കെ വെക്കുന്നെങ്കിൽ അതിനോട് കൂടി ഒരു ദക്ഷിണ കൂടി വെക്കുക. ചെറിയൊരു 51 രൂപയോ അങ്ങനെയൊക്കെ, അങ്ങനെ വെച്ചിട്ട് വരണം. ഈ 2 ഉപായങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് 26 വൈകിട്ട്, അത് 12:15 മുതലാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ വൈകിട്ട് ചെയ്യുക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതാണോ റെമഡി? പക്ഷേ ഇതൊന്ന് ചെയ്തു നോക്കൂ. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ. ഇടവൻ രാശി, നിങ്ങൾക്കിത് വളരെ വിശേഷപ്പെട്ടതാണ്. എന്തെന്നാൽ ഈ ശനി ജയന്തി വരുന്നത് സൂര്യനും ചന്ദ്രനും നിങ്ങളുടെ രാശിയിൽ വരുമ്പോഴാണല്ലോ ശനി ജയന്തി ആഘോഷിക്കുന്നത്. അപ്പോൾ ഉപായം നമ്പർ 1, ഇടവം രാശിക്കാർക്ക് ഇതൊരു ഗോൾഡൻ റെമഡി തന്നെയാണ്. അതും വെറും നിസ്സാരമായത്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത് മാത്രം. സുറുമ, കണ്ണിലിടുന്ന സുറുമയുണ്ടല്ലോ, സുറുമ, അതൊരു ക്രിസ്റ്റൽ പോലെയല്ലേ കിട്ടുന്നത്. സുറുമ ഒരു പീസ്, അതുപോലെ തന്നെ കടുക്, ഒരു പിടി കടുക്, ഇത് രണ്ടും എടുത്ത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ക്ഷേത്രത്തിൽ ആൽമരം ഉണ്ടല്ലോ, അപ്പോൾ 26 വൈകിട്ട് ഇത് രണ്ടും കൂടി കൊണ്ടുപോയി ആൽമരത്തിൻ്റെ ചുവട്ടിൽ വയ്ക്കുക. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഉപായമൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇതെല്ലാം എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കൂ, ഫലം അറിയാം. അടുത്തത് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ചെയ്യേണ്ടത് ഇരുമ്പിൻ്റെ തവ, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇരുമ്പിൻ്റെ തവ
വാങ്ങിച്ച് അത് നിങ്ങളുടെ അത്യാവശ്യക്കാർക്ക്, പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ 26-ാം തീയതി വൈകിട്ട് ദാനം കൊടുക്കുക. അത് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുക. പക്ഷേ കൊടുക്കുമ്പോൾ ഇത് വിചാരിക്കരുത്, ഞാൻ അഹങ്കാരത്തോടു കൂടി കൊടുക്കരുത്. എനിക്ക് പൈസ ഉള്ളതാണ്, അവർക്ക് പാവപ്പെട്ടവരാണ്, അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിൽ വരാതിരിക്കുക. ഇത് കൊടുക്കുക. പിന്നെ ഒരു കൊപ്ര എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ അത് തലയുടെ അവിടെ മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഗോതമ്പ് പൊടി കുറച്ചൊന്ന് വറുത്ത്, ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് വറുത്ത് അതിൻ്റെ കൂടെ പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് അതിൽ നിറയ്ക്കുക, കൊപ്രയുടെ അകത്ത് നിറയ്ക്കുക. അതും ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെക്കുക. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഉപായമാണ്. ആൽമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെക്കുക. ഇതിൻ്റെയൊക്കെ ചെറിയൊരു ഉപായം, പക്ഷേ ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റത്തില്ലാത്ത റിസൾട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് 2 ഉപായവും നിങ്ങൾ ചെയ്യുക. കർക്കിടകൻ രാശി, നിങ്ങളുടെ കണ്ടകശനി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 2.5 വർഷത്തോളം കഷ്ടതകളും ദുരിതങ്ങളും മാത്രമായിരുന്നു അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാത്തതും പക്ഷേ അത് കേടുകൂടാത്തതും വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ചെരുപ്പ് അല്ലെങ്കിൽ ഒരു ഷൂ 26-ാം തീയതി വൈകിട്ട് ജംഗ്ഷന് ചൗറാഹ എന്ന് പറഞ്ഞാൽ 4 വശത്തോളം റോഡ് പോകുന്ന അവിടെ കൊണ്ട് വെക്കുക. പക്ഷേ നടുക്ക് വെക്കരുത്, സൈഡിൽ എവിടെയെങ്കിലും വെക്കുക. നടുക്ക് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ വന്നത് കേട് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൈഡിൽ വെച്ചിട്ട് വരിക. എപ്പോഴാണ്? 26-ാം തീയതി വൈകിട്ട് വെക്കുക. അതുപോലെ തന്നെ 26-ാം തീയതി വൈകിട്ട് ഒരു മൺചിരാകിൽ കടുകെണ്ണ ഒഴിച്ച് ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെക്കുക, കത്തിക്കുക. ഓക്കെ, എന്നിട്ട് ശനിദേവനോട് ഇതെല്ലാ ഉപായങ്ങൾ ചെയ്യുമ്പോഴും ചെയ്തതിന് ശേഷം ശനി മഹാരാജനോട് പ്രാർത്ഥിക്കണം, എൻ്റെ ലൈഫിൽ എല്ലാ ദുരിതങ്ങളും മാറി നല്ലത് വരണേ എന്ന്. ശനി മന്ത്രം ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഉപായം ചെയ്തതിന് ശേഷം ശനി മന്ത്രം കൂടെ നിങ്ങൾ ചൊല്ലണം. ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഷ്ടതകളുള്ള സമയമാണ് ഇത്. ഈ ഉപായം പെട്ടെന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ നിങ്ങളിപ്പോൾ എത്ര കഷ്ടതകൾ അനുഭവിക്കുന്നു അത്രയും നല്ലതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്ന കഷ്ടതകൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതിനുള്ള ഫലം തരത്തുള്ളൂ, ഹാർഡ് വർക്ക്. അപ്പോൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ അത് ശനി മഹാരാജന് വളരെ ഇഷ്ടമായിരിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായം ഇത്രയുമാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോവുക. ലേബേഴ്സിന് ഒരു ചായയും പക്കോട, ബജ്ജി, സ്നാക്സ്, ഉഴുന്നുവടയോ പരിപ്പ് വടയോ എന്തെങ്കിലും കൊടുക്കുക. എപ്പോഴാണ്? മെയ് 26-ാം തീയതി വൈകിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വികലാംഗരായ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു ഹെൽപ്പ് ചെയ്യുക. വികലാംഗർ ആയിരിക്കണം. ഓക്കെ, കന്നി രാശിക്കാർക്ക് ചെയ്യേണ്ട ഉപായം വെള്ളത്തിൽ കുറച്ച് കറുത്ത എള്ളിട്ട് ശിവലിംഗത്തിൽ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് 27-ാം തീയതി രാവിലെ 8:30 മുമ്പ് ചെയ്യുക. 2ാമത്തെ ഉപായം ചപ്പാത്തി ഉണ്ടാക്കി അതിൽ കടുകെണ്ണ തേച്ച് നായ്ക്കൾക്ക് കൊടുക്കുക. എന്ന് 26-ാം തീയതി വൈകിട്ട് കടുകെണ്ണ മാത്രം തേക്കണം. തുലാം രാശി, നിങ്ങൾക്കിപ്പോൾ ശനി ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയതല്ല. ഇനിയും നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ 100% പ്രതിഫലം കിട്ടുവാൻ ഈ ഉപായങ്ങൾ ചെയ്യൂ. ചെയ്യേണ്ട ഉപായം ഇത്രമാത്രം. കറുത്ത തുണി 1 മീറ്ററോ 2 മീറ്ററോ എത്ര വേണമെങ്കിലും അത്, പിന്നെ കടുകെണ്ണ നിങ്ങൾക്ക് 1/2 ലിറ്ററോ 1 ലിറ്ററോ എന്തെങ്കിലും. ഈ 2 സാധനങ്ങളും നിങ്ങൾ ഒരു ശനിക്ഷേത്രം ഇല്ലാത്തവർ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും കൊണ്ടുചെന്ന് വെക്കുക. ആവശ്യക്കാർ എടുത്തുകൊള്ളും. ഇതുകൂടാതെ 26-ാം തീയതി വൈകിട്ട്, എല്ലാ ഉപായം 26-ാം തീയതി വൈകിട്ടാണ് ചെയ്യേണ്ടത്. വൈകിട്ട് സ്റ്റീൽ പാത്രങ്ങളോ ഇരുമ്പിൻ്റെ പാത്രങ്ങളോ ദരിദ്രരായവർക്ക് നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ പോക്കറ്റ് അനുസരിച്ചു. വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ ശനിദശയെല്ലാം കഴിഞ്ഞ് പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഒരുങ്ങുന്നു അല്ലേ. നിങ്ങൾക്ക് ചെയ്യേണ്ടത് കിച്ചടി. നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അരിയും ചെറുപയറിൻ്റെ പരിപ്പും കൂടി ഉണ്ടാക്കുന്ന പൊങ്കൽ എന്നൊക്കെ പറയാം. അത് ഉണ്ടാക്കി ശനിക്ഷേത്രത്തിൽ വയ്ക്കുക. അല്ലെങ്കിൽ
ഏതെങ്കിലും ക്ഷേത്രത്തിൽ വയ്ക്കുക. കിച്ചടി ഉണ്ടാക്കാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ റോ മെറ്റീരിയൽ അരിയും പരിപ്പും ഒക്കെ അവിടെ കൊണ്ട് വയ്ക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ദക്ഷിണയും വെക്കണം. പിന്നെ ചെയ്യാനുള്ളത് വൈകിട്ട് കടുകെണ്ണ കൊണ്ടുള്ള ഒരു ചിരാഗ് ആൽമര ചുവട്ടിൽ വെക്കുക. ചിരാഗ് തെളിയിച്ച് വെക്കണേ. അപ്പോൾ ഈ 2 ഉപായങ്ങളും വൃശ്ചികരാശിക്കാർ മുടങ്ങാതെ ചെയ്യുക. ഓക്കെ, മറക്കാതെ എല്ലാവരും ഈ ഉപായങ്ങൾ ചെയ്യണം. ധനുരാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ ലാസ്റ്റ് ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഉപായം തീർച്ചയായിട്ടും ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തവ, ഇരുമ്പിൻ്റെ തവയാകട്ടോ കൊടുക്കേണ്ടത്. ഇരുമ്പിൻ്റെ ഒരു തവ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമായവർക്ക് അത് ഡൊണേറ്റ് ചെയ്യുക. അതുകൂടാതെ ഒരു പിടി കറുത്ത എള്ള് ചുവട്ടിൽ വെക്കുക. എന്നാണ് 26-ാം തീയതി വൈകിട്ട് ഒരു പിടി കറുത്ത എള്ള്. മകരം രാശിക്കാർക്ക് ഈ ഹനുമാൻ ജയന്തി ഒരു ഗോൾഡൻ ടൈം തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായം ഇത് തന്നെ. സ്കൂൾ കുട്ടികൾക്ക്, പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് ഒരു യൂണിഫോമോ ബുക്കോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. അത് വലിയൊരു ഉപായം തന്നെയാണ്. കുംഭം രാശിക്കാർക്ക് 7ര ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നിങ്ങളുടെ ബന്ധങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ വരാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഉപായം ഇത്ര: കൺസ്ട്രക്ഷൻ ലേബേഴ്സിന് ചെരുപ്പ് കൊടുക്കുക, ദാനം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1 or 2 അതെല്ലാം നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് കൊടുക്കുക. ബട്ട് തീർച്ചയായും കൊടുക്കുക. പിന്നെ പാവപ്പെട്ടവർക്ക് കുട, വിശറി ഇവ കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഫാൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൊടുക്കുക. പക്ഷേ കുടയും കൊടുക്കാം, നിങ്ങൾക്ക് വിശറിയും കൊടുക്കാം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ 7ര ശനിയുടെ നോക്ക്. പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കൂ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനം കിട്ടുന്നു എന്ന്. മീനം രാശിക്കാർക്ക് ഇപ്പോൾ 7ര ശനി നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട ഉപായം ഇത്രമാത്രം: ബദാം അതിൻ്റെ പുറം തോടോട് കൂടിയ ബദാം ഒരു 1/4 kg വാങ്ങിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കറുത്ത ഉഴുന്ന്, തൊലിയോടുകൂടി ഉള്ള ഉഴുന്ന് 1 കിലോ 1/2 കിലോ അങ്ങനെ എന്തെങ്കിലും 26-ാം തീയതി വൈകിട്ട് കൊണ്ട് ശനി ക്ഷേത്രത്തിൽ വയ്ക്കുക. ശനി ക്ഷേത്രമില്ലാത്തവർ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുക. ഈ 2 ഉപായങ്ങൾ നിങ്ങൾ ചെയ്യും. ഓക്കെ, ശനി മന്ത്രം അന്നത്തെ ദിവസം 2 ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. 108 പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ചെയ്യുക. അതിൽ കൂടുതലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും ലാൽ കിതാബ് എന്താണെന്നല്ലേ. ലാൽ കിതാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷശാസ്ത്രത്തിൽ അപൂർവമായതും വളരെ ലളിതമായതും പക്ഷേ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ളതുമായ വളരെ ചെറിയ ഉപായങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥമാണ് ലാൽ കിതാബ്. ആ ലാൽ കിതാബിൽ നിന്ന് എടുത്തിട്ടുള്ള ഉപായങ്ങളാണ് ഇത്. എല്ലാവരും ഇത് ചെയ്യുക. പക്ഷേ എല്ലാവരും 26-ാം തീയതി വൈകിട്ട് തന്നെ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണണം, ഞാൻ ദാനം കൊടുക്കുന്നതെന്നുള്ള ഒരു ഗർവ് നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടുള്ളതല്ല. പിന്നെ ഇതിൻ്റെ എല്ലാം പുറമെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സംരക്ഷിക്കുക. മാതാപിതാക്കൾക്ക് നിങ്ങളുടെ 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി ചെലവഴിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അവർ ചെയ്തു കൊടുക്കുക. അവരുടെ ആശീർവാദം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതും ചെയ്യുക. അപ്പോൾ ഈ ഉപായങ്ങളെല്ലാം ചെയ്ത് എല്ലാവർക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾ അറിയിക്കുക. ഞാൻ അതിന് എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അറിയിക്കുക, ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്ത് എല്ലാവർക്കും ശനിദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഹരേ കൃഷ്ണ. സ്റ്റേ ബ്ലെസ്ഡ്. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും മടിക്കേണ്ട. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. കമൻറ്റ് തീർച്ചയായിട്ടും ഇടുക.